ഇന്ന് പറയാൻ പോകുന്ന കഥയ്ക്ക് 19 വർഷത്തെ പഴക്കമുണ്ട്. നീണ്ട 8 പതിറ്റാണ്ടുകളായി ലോകം ചർച്ച ചെയ്ത പ്രമാദമായ ഒരു കൊലക്കേസിന്റെ കഥ. വർണ്ണവിവേചനം കൊടികുത്തി വാണ കാലത്ത് ഇരുചേരികളിലായി ജീവിച്ച മനുഷ്യരുടെ കഥ. അന്നൊരു കൊലപാതകം നടന്നു. സൗത്ത് കരോളിനയിൽ 11നും 7 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികളുടെ കൊലപാതകം. മുഖ്യപ്രതി 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആഫ്രോ അമേരിക്കൻ ബാലൻ. ബൈബിൾ നെഞ്ചോട് ചേർത്ത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ആ കോടതി വരാന്തകളിൽ നിന്നവൻ ഉറക്ക കരഞ്ഞു. അവൻ ചെയ്ത ഏക തെറ്റ് കുട്ടികളെ കണ്ടു എന്നൊരു സാക്ഷി പറഞ്ഞു, അത്ര തന്നെ. കറുത്ത വംശജൻ എന്ന ഒറ്റ മുദ്രയിൽ അന്വേഷണം പോലും നടത്താതെ വെറും 2 മണിക്കൂർ മാത്രം വിചാരണ ചെയ്ത് വധശിക്ഷ വിധിച്ച കേസ്. 70 വർഷങ്ങൾക്ക് ശേഷം ഇതേ കേസ് വിചാരണയ്ക്ക് വെച്ചപ്പോൾ ആ ബാലനെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞതും അതേ കോടതി തന്നെ. 14-ാം വയസ്സിൽ നീതിന്യായ വ്യവസ്ഥയുടെ പിടിപ്പുകേടിൽ രക്തസാക്ഷിയായ ജോർജിന് 60 വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിച്ച കേസ്. എന്തായിരുന്നു വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കുള്ള വഴിത്തിരിവായ ഈ പ്രമാദമായ കേസ്? എങ്ങനെയാണ് 14-കാരനായ ജോർജിന് നീതി ലഭിച്ചത്? 1929 തെക്കൻ കരോളിനയിലെ ഫാക്ടറി ജീവനക്കാരായ എമിയുടെയും സ്റ്റീനി സീനിയറുടെയും മകനായാണ് ജോർജ് ജനിച്ചത്. തികച്ചും ദരിദ്രമായ കുടുംബ സാഹചര്യമായിരുന്നു ജോർജിന്റേത്. കടുത്ത വംശീയ വിവേചനം നിലനിൽക്കുന്ന ആ കാലത്ത് ഒരു റെയിൽവേ ട്രാക്കിന്റെ അപ്പുറവും ഇപ്പുറവുമായാണ് കറുത്ത വർഗത്തിൽപ്പെട്ടവരും വെളുത്ത വർഗത്തിൽപ്പെട്ടവരും താമസിച്ചിരുന്നത്. നിറത്തിന്റെ പേരിൽ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത കുറേയേറെ മനുഷ്യർ. ആ സമയത്താണ് പൂവന്വേഷണമായി 2 പെൺകുട്ടികൾ അവിടെ എത്തുന്നത്. ബെറ്റി ജൂൺ ബിനീക്കറും മേരിയമ്മ തോമസും. മേപ്പോ പൂക്കൾ തേടിയുള്ള അന്വേഷണത്തിനിടയിൽ ജോർജിനെ കാണുന്നു. തനിക്കറിയില്ലെന്നും ജോർജ് പറഞ്ഞു. അവരുടെ അന്വേഷണം വീണ്ടും തുടർന്നു. പിന്നീട് ജോർജ് കേട്ടത് ഈ പെൺകുട്ടികളെ കാണാനില്ലെന്നുള്ള വാർത്തയാണ്. ഇരുമ്പ് വടി ഉപയോഗിച്ച് തലയോട്ടി തകർന്ന നിലയിൽ വെള്ളം നിറഞ്ഞ കുഴിയിൽ നിന്നും കുട്ടികളുടെ മൃതദേഹം ലഭിച്ചു. കുട്ടികളെ അവസാനമായി കണ്ടത് ജോർജ് ആയതിനാൽ പോലീസിന്റെ അന്വേഷണം അവസാനിച്ചത് അവനിലായിരുന്നു. പിന്നീട് ജോർജിനെയും സഹോദരൻ ജോണിയെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പോലീസുകാർ ഇളയവനായ ജോർജിനെ പ്രതിയാക്കി. ജോർജിനെ ജീവനോടെ വിട്ടുകൊടുത്താൽ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം തന്നെ പുറത്തുണ്ടായിരുന്നു. മാതാപിതാക്കളുടെയും വക്കീലിന്റെയും അസാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളെല്ലാം ജോർജിന്റെ കേസിൽ അട്ടിമറിക്കപ്പെട്ടു. വാദിക്കാൻ അഭിഭാഷകനെ നിയോഗിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ആ കുടുംബത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ നിയോഗിച്ച വക്കീലാണ് ഹാജരായത്. ബെറ്റിയുടെ സ്വകാര്യ ഭാഗത്ത് ഉരഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അത് ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമെന്നും ഡോക്ടർ മൊഴി നൽകി. വിചാരണയ്ക്ക് ജോർജിന്റെ അഭിഭാഷകനും മെനക്കെട്ടില്ല. വധശിക്ഷയായിരുന്നു ആ ബാലന് കോടതി വിധിച്ചത്. ഒടുവിൽ 1944 ജൂൺ 16 ആ കൊച്ചുജീവൻ പിടഞ്ഞില്ലാതായി. 2004 ചരിത്രാന്വേഷകനായ ജോർജ് ഫ്രയേഴ്സൺ നിരവധി നിയമ ഗവേഷണങ്ങൾക്കൊടുവിൽ ജോർജിന്റെ കേസ് നീതിപൂർവമായിരുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തി. 2014 നടന്ന പുനർവിചാരണയിൽ പെൺകുട്ടികളുടെ മൃതദേഹം നടന്ന കുഴിയിൽ രക്തസ്രാവം കണ്ടെത്തിയിരുന്നില്ല. മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തി ഇവിടെ കൊണ്ടിട്ടതാണെന്നാണ് തെളിഞ്ഞത്. ജോർജിനെതിരെ കെട്ടിച്ചമച്ച കേസാണെന്നും അത് തെളിഞ്ഞു. 2022 ജനുവരിയിൽ ജോർജ് സിന്നിയുടെ പേരിൽ സൗത്ത് കരോളിനയിൽ ഒരു ബില്ല് പാസാക്കി. നിരപരാധിയായിരുന്നിട്ടും വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ $10 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് നിയമം വന്നത് ആ ബില്ല് പാസ്സായതിനു ശേഷമാണ്. ആ തുക ജോർജ് സിന്നി ഫണ്ട് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. പിന്നീട് ജോർജ് സിന്നിയുടെ പേരിൽ നിരവധി പുസ്തകങ്ങളായി, സിനിമകളായി. അങ്ങനെ ഒരു കാലത്ത് കല്ലെറിഞ്ഞവർ തന്നെ പിന്നീട് അവന് വേണ്ടി കരഞ്ഞു. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. 70 വർഷങ്ങൾക്കിപ്പുറവും നീതി ലഭിച്ചിട്ടും അതറിയാതെ ജോർജും കുടുംബവും വിസ്മൃതിയിൽ ആണ്ടുപോയി.